കൃത്യമായി പറഞ്ഞാൽ UDFന് 38.9% വോട്ട് ലഭിക്കുമ്പോൾ അതിൽ 29.12% വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടാണ്. അടിത്തട്ടിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നതാണല്ലോ. 31.4% വോട്ട് കിട്ടുമ്പോൾ 63 സീറ്റിൽ കോൺഗ്രസ് ജയിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് മേലുള്ള കോൺഗ്രസിൻ്റെ ഡിപ്പെൻഡബിലിറ്റി എന്നത് അവസാനിക്കും എന്നാണ് പക്ഷേ 70 സീറ്റിൻ്റെ കണക്ക് പറയുമ്പോൾ തോന്നുക. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അത് നടക്കാതെ പോയത് 2021 തുടർഭരണം വന്നു എന്നുള്ളതുകൊണ്ടാണ്. 70 എന്നത് അച്ചീവബിൾ ആയൊരു നമ്പറല്ല. ഒരു 45 സീറ്റിനടുത്ത് എന്നതായിരിക്കും കോൺഗ്രസിൻ്റെ വിന്നബിലിറ്റി. സ്വാഗതം ജോയിൻ ദ സ്റ്റോറിയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തിക്കൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികളുടെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കുന്ന പ്രീ റോൾസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ്. കോൺഗ്രസ് വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്, വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം ഒരു ഭരണമാറ്റത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസ് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. നേരത്തെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനും ഒക്കെ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 2 ദിവസം വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യ 2026 എന്ന പേരിൽ ഉള്ള കോൺക്ലേവ് കഴിഞ്ഞു. കോൺക്ലേവിലെടുത്ത തീരുമാനങ്ങൾ ഇനി നടപ്പാക്കാൻ പോവുകയാണ് എന്ന് നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ് ഈ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം? UDFൽ തന്നെ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് ആയിരിക്കും ഒരുപക്ഷെ UDFനെ അധികാരത്തിലെത്തിക്കുന്ന ഒരു ഘടകമായി പ്രവർത്തിക്കാൻ ഇടയുള്ളത്. അങ്ങനെ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടാതെ UDFന് ഒരിക്കലും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയില്ല എന്ന വസ്തുത നമ്മളുടെ മുമ്പിലുണ്ട്. എന്താണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം? ആ ആത്മവിശ്വാസത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പ്രീ റോൾസിൽ നിന്ന്. ബഷീർ നമ്മൾ ഈ കോൺഗ്രസിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2014 22 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ജയിക്കുന്നത്. 2021 21 സീറ്റിലേക്ക് അത് കുറയുന്നു. പിന്നീട് രാജിവെച്ച ഒഴിവിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമ്പോൾ അത് 22 സീറ്റായി മാറുന്നു. ഇത് വലിയ തോതിൽ വർദ്ധിപ്പിക്കാതെ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് ഈ 22 നിന്ന് 70 സീറ്റിലേക്ക് ഉയരുക എന്ന ലക്ഷ്യമാണ് വയനാട്ടിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുള്ള ഇൻറ്റേർണലായ സാഹചര്യം പാർട്ടിക്കകത്തുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം. അതിനു മുമ്പിലുള്ള തടസ്സങ്ങൾ അവർ പരിഹരിച്ചു എന്നാണ്, ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ അവർ പരിഹരിച്ചു എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും പരാതി പറയാനല്ല ഈ കോൺക്ലേവ്, മറിച്ച് സ്ട്രാറ്റജി തയ്യാറാക്കാനാണ് എന്ന ആമുഖമായി തന്നെ വിശദീകരിക്കപ്പെട്ടിരുന്നു. നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം എന്നത് ഇല്ല എന്ന് കൂടെയുള്ള ആളുകളെ കാണിക്കാനുള്ള ശ്രമം നടക്കുകയും അക്കാര്യത്തിൽ കുറേയൊക്കെ വിജയിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ. പാതിരാത്രിക്ക് ശേഷവും നീണ്ടുനിന്ന ചർച്ചകളിലൂടെ കോൺഗ്രസ് വളരെ സീരിയസ് ആയ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഈ 70 സീറ്റ് എന്നതിന് പിന്തുണയായി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഡാറ്റ രാജീവ് പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏതാണ്ട് 30% കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറാണ്. കോൺഗ്രസിൻ്റെ മാത്രം, അതായത് UDFിൻ്റെ മാത്രമായുള്ള വോട്ട് ഷെയർ ഏതാണ്ട് 30% ഉണ്ട് എന്ന് പറഞ്ഞാൽ UDFന് 38.9% വോട്ട് ലഭിക്കുമ്പോൾ അതിൽ 29.12% വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടാണ്. അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് കേരളത്തിൽ അങ്ങോളം ഉണ്ടായ വലിയ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടർ, UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഒരൊറ്റ കണക്കൂടെ പറഞ്ഞിട്ട് ഞാനത് കൃത്യമാക്കി തരാം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് കോൺഗ്രസും UDF 100 സീറ്റിൽ ജയിച്ച തെരഞ്ഞെടുപ്പ്. അന്ന് കോൺഗ്രസ് 88 സീറ്റിൽ മത്സരിക്കുകയും 63 സീറ്റിൽ ജയിക്കുകയും ചെയ്തിരുന്നു. അന്ന് കോൺഗ്രസിന് കിട്ടിയ വോട്ട് പെർസെൻറ്റേജ്, കോൺഗ്രസിന് മാത്രം കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 31.4%. 31.4%, 63 സീറ്റാണ് അന്ന് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടു. 62+1 എന്ന് വേണമെങ്കിൽ പറയാം. കഴക്കൂട്ടത്തെ MA വാഹിദും കൂടെ ചേർത്താൽ 62+1. അപ്പോൾ അന്ന് 31.4% വോട്ട് കിട്ടുമ്പോൾ 63 സീറ്റിൽ കോൺഗ്രസ് ജയിക്കുന്നുണ്ട്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 29.12% വോട്ട് കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ആ കാൽക്കുലേഷൻ അത്ര കൃത്യമാണോ? 29% വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേടി എന്ന് പറയുന്നത് അത്ര കൃത്യമായി
അത് അത് ടാബുലേറ്റ് ചെയ്ത് എടുക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ആദ്യത്തെ അങ്ങനെ കൃത്യമായിട്ട് ടാബ്ലറ്റ് ചെയ്തെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംശയം എനിക്കുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റകളിൽ നിന്ന് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഏതാണ്ട് 29 അടുത്ത് വോട്ട് ശതമാനം ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന കണക്ക്. അത് ഏതാണ്ട് ശരിയുമായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിജയം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ ഈ ഊർജ്ജത്തിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്ന ഒരു ആത്മവിശ്വാസത്തിന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് അവരെ വലിയ തോതിൽ സഹായിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിൻ്റെ ഹിസ്റ്റോറിക്കലായ കണക്ക് ഏതാണ്ട് ഇത് തന്നെയാണ്. അതിൻ്റെ ഒരു ശരാശരിയാണ് യഥാർത്ഥത്തിൽ ഈ 29-30 എന്ന് പറയുന്നത്. 25 മുതൽ 35% വരെ വോട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പല ഇലക്ഷനുകൾ അനലൈസ് ചെയ്യുമ്പോൾ 25 മുതൽ 35% വരെ വോട്ട് കോൺഗ്രസ് കേരളത്തിൽ നേടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ശരാശരിയിൽ ഉള്ള ഒരു ഫിഗറാണ് ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായി നമ്മൾക്ക് മുന്നിലുള്ളത്. പക്ഷേ അത് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തൊട്ട് മുമ്പത്തെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് രാജീവ് പറയുമ്പോൾ അത് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കാൻ തരമില്ല. എങ്കിൽ കൂടി വേറൊരു രീതിയിൽ അതിനെ കണ്ടാൽ അടിത്തട്ടിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക എന്നതാണല്ലോ. അതാണ് എക്സ്പ്രസ് ചെയ്യപ്പെട്ടതെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചുകൂടായികയില്ല. അതാവാം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ 70 സീറ്റ് എന്ന സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ 70 സീറ്റ് എന്ന അവർ പറയുന്നതിൻ്റെ സാങ്കത്യം അതായിരിക്കാം. ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും ഇപ്പോൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഒക്കെ കേരളത്തിലെ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുണ്ടായിരുന്നെങ്കിലും ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് സ്വന്തമായൊരു സർക്കാരിനെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. 62 സീറ്റ് എന്നത് വന്നപ്പോഴും അതാണ് പരമാവധി വന്നിട്ടുള്ളത്. 9 സീറ്റിലേക്ക് കോൺഗ്രസ് താഴുകയും ചെയ്തിട്ടുണ്ട്. 1967 9 സീറ്റിലേക്ക് താന്നിട്ടുണ്ട്. അതിനിടയിൽ കോൺഗ്രസ് 2ആയി ഏതാണ്ട് 20 സീറ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 20 സീറ്റും ആൻ്റണി കോൺഗ്രസിന് 15 സീറ്റും എന്ന നിലയ്ക്ക് 1982 വന്നിട്ടുണ്ട്. ഇതൊക്കെ ആണ് കോൺഗ്രസിൻ്റെ കണക്കുകളിൽ ഒരു എക്സാജറേഷൻ ഒന്നും പറയാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം 29%. അവരുടെ ശരാശരി വോട്ട്, അവർക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വോട്ട്, സ്വാഭാവികമായും സംഭവിക്കാവുന്ന വോട്ട് അവരിലേക്ക് കിട്ടുകയാണെങ്കിൽ ഈ സ്വിങ് കറക്റ്റാണ്. പക്ഷേ അത് 70 സീറ്റുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കാനാവില്ല. പക്ഷേ ഒരു കോയലീഷനെ ലീഡ് ചെയ്യാനുള്ള സീറ്റുകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. 70 സീറ്റ് എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ് എന്ന് ഞാനും വിചാരിക്കുന്നില്ല. പക്ഷേ 70 സീറ്റാണ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അതിൻ്റെ നേതാക്കൾക്ക്, അതിൻ്റെ പ്രവർത്തകർക്ക് ഒപ്പം കോൺഗ്രസിനെ ഉറ്റുനോക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾക്കൊക്കെ നൽകുന്ന ഒരു മെസ്സേജാണ്. അതായത് 70 സീറ്റിലേക്ക് ജയിക്കാൻ പാകത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിരിക്കാം ഒരുപക്ഷെ 70 സീറ്റ് ലക്ഷ്യം എന്ന് കോൺഗ്രസ് പറയുന്നത്. 100 സീറ്റ് UDF എന്ന് പറയുമ്പോൾ 70 സീറ്റെങ്കിലും കോൺഗ്രസ് ജയിച്ചാലേ ഈ 100 സീറ്റിലേക്ക് എത്തൂ എന്നുള്ളൊരു വസ്തുത കൂടി നിലവിലുള്ള മുന്നണി മാത്തമാറ്റിക്സിൽ UDF സംബന്ധിച്ചുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഈ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ 2011, 2016, 2021. 2011 UDF ഒരു നേരിയ മാർജിനിൽ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ്സിന് അന്ന് 2011 കോൺഗ്രസ്സിന് കിട്ടിയത് 38 സീറ്റാണ്. അതായത് 40 സീറ്റിലേക്ക് അന്ന് കോൺഗ്രസ് എത്തുന്നില്ല. 38 സീറ്റ് മാത്രമേ അന്ന് കോൺഗ്രസ്. ലീഗിൻ്റെ സ്ട്രൈക്ക് റേറ്റ് സ്വാഭാവികമായ ആവറേജ് സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നെങ്കിൽ അന്ന് അധികാരം ഉണ്ടാവില്ലായിരുന്നു. അന്ന് ലീഗ് 20 സീറ്റിൽ മാക്സിമം സീറ്റാണ് ലീഗ് അന്ന് ജയിക്കുന്നത്. ആ ലീഗിൻ്റെ 20 സീറ്റിൽ ജയിച്ചുകൊണ്ടാണ് അതിൻ്റെ ബലത്തിലാണ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ 2011 38 സീറ്റ് എന്ന് പറയുമ്പോൾ 2011 കോൺഗ്രസിന് കിട്ടുന്ന വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 26.73 ഇപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാൾ ഒരു 3% കുറവ് വോട്ട് പെർസെൻറ്റേജ് 3% അന്ന് കുറവുള്ളൂ. അന്ന് 26.73 കിട്ടുമ്പോഴും കോൺഗ്രസ്സിന് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സീറ്റുകളുടെ എണ്ണം 38 മാത്രമാണ്. അപ്പോൾ ഇതുകൂടെ ഒരു എന്താ പറയുക ഫാക്റ്റായിട്ട് നമ്മളുടെ മുമ്പിലുണ്ട്. അതായത് ഈ നേരത്തെ ബഷീർ സൂചിപ്പിച്ച പോലെ ഈ ലഭിക്കുന്ന വോട്ടുകളുടെ പെർസെൻറ്റേജ് നിയമസഭാ എണ്ണത്തിൻ്റെ വർധനയായി മാറിക്കൊള്ളണമെന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. അത് കറക്റ്റാണ്. അതോടൊപ്പം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം കൂടി, കേരളം ഒരു ബൈപ്പോളർ സിസ്റ്റത്തിൽ നിന്ന് പതുക്കെ 10-30 മണ്ഡലങ്ങളെങ്കിലും പൂർണ്ണമായ ത്രികോണ മത്സരത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് എന്നത്
പഴയതുപോലെ ആയിരിക്കില്ല അതിൻ്റെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന തോത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ BJPയുടെ വോട്ടിൻ്റെ കൂടി സ്വഭാവം കൂടി അനുസരിച്ചായിരിക്കും ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു എന്നത്. ഇതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തായിരിക്കണം ഒരു പക്ഷേ ഇവരുടെ ഈ പ്രതീക്ഷ എന്നാണ്. എങ്കിലും 70 എന്നത് അച്ചീവബിളായൊരു നമ്പറല്ല. ഒരു 45 സീറ്റിനടുത്ത് എന്നതായിരിക്കും കോൺഗ്രസിൻ്റെ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന വിന്നബിലിറ്റി എന്നതാണ് ഈ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അവസ്ഥയും. വിന്നബിലിറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും കോൺഗ്രസ് 70 സീറ്റ് പറയുന്നു, നമ്മളത് വളരെ ചുരുക്കി പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ അതിന് വേറൊരു ഫാക്റ്റ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ 2011 കോൺഗ്രസ് 38 സീറ്റിൽ ജയിച്ച് UDF 72 സീറ്റോടെ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പാണ്. അന്ന് കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി, കൊല്ലം ഈ 4 ജില്ലകളിൽ കോൺഗ്രസ് ഒരിടത്തും ജയിക്കുന്നില്ല. അത് കഴിഞ്ഞ് 2016 വരുമ്പോൾ 2016 കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം 5 ജില്ലകളിൽ കോൺഗ്രസിന് സീറ്റില്ല. 2021 വരുമ്പോൾ വീണ്ടും 4 ജില്ലകളിൽ കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി, പത്തനംതിട്ട ഈ 4 ഈ ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ കണക്ക് എങ്ങനെയാണ്? ഈ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് ഈ ജില്ലകൾ തിരിച്ചാൽ എങ്ങനെ വരും? ജില്ലകൾ തിരിച്ചാൽ അതായത് ഈ മൊത്തത്തിലുണ്ടായ വോട്ട് പെർസെൻറ്റേജിൻ്റെ വർധന നമ്മൾ പറഞ്ഞല്ലോ 29.12 എന്ന്. കോൺഗ്രസിന് അധികമായി വോട്ട് കിട്ടിയിട്ടുള്ള ജില്ലകൾ എന്ന് പറയുന്നത് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളാണ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും നമ്പർ ഓഫ് സീറ്റുകളുടെ എണ്ണം, നിയമസഭാ സീറ്റുകളുടെ പത്തനംതിട്ടയിൽ 5 ഉള്ളൂ, ഇടുക്കിയിലും ഏതാണ്ട് 5 സീറ്റേ ഉള്ളൂ. അപ്പോൾ ആകെ 5-10 സീറ്റാണ് ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കോട്ടയത്ത് 9 സീറ്റുണ്ട്, അപ്പോൾ 19 സീറ്റ്. ഈ 3 ജില്ലകളും കൂടി 19 സീറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് മാത്രം 14 സീറ്റുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സീറ്റ് കോവളം മാത്രമാണ് കോൺഗ്രസിന് അവിടെ ജയിക്കാൻ സാധിച്ചത്. കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്തും ഉണ്ട്, എത്രയാണ് 11 സീറ്റോ മറ്റോ, കൊല്ലത്ത് 11 സീറ്റുണ്ട്. കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത്. അതുപോലെ കോഴിക്കോട് 13 സീറ്റുണ്ട്. 13 സീറ്റിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ജില്ലകളിലൊക്കെ കോൺഗ്രസിൻ്റെ വോട്ട് പെർസെൻറ്റേജ് സീറ്റായി മാറുന്നുവെങ്കിൽ മാത്രമേ ഈ 70 എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ ഒരു ആശയക്കുഴപ്പം, ഒരു കോൺട്രഡിക്ഷൻ ഉള്ളത്, മുസ്ലിം ലീഗിൻ്റെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും വിജയിക്കും എന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത്. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും വിജയിച്ച് കയറാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ്സിനുള്ളത്. മുസ്ലിം ലീഗിന് മേലുള്ള കോൺഗ്രസിൻ്റെ ഡിപ്പെൻഡബിലിറ്റി എന്നത് അവസാനിക്കും എന്നാണ് പക്ഷേ 70 സീറ്റിൻ്റെ കണക്ക് പറയുമ്പോൾ തോന്നുക. അത് എത്രമാത്രം സാധ്യമാണ്? എൻ്റെ ഒരു തോന്നൽ, ഒരു 20ഓളം സീറ്റുകൾ മുസ്ലിം ലീഗ് സ്വന്തം നിലക്ക് വിൻ ചെയ്യുകയും ബാക്കി മുസ്ലിം ലീഗ് സ്വാധീന മണ്ഡലങ്ങൾ കോൺഗ്രസിലേക്ക് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് UDF യഥാർത്ഥത്തിൽ വലിയ തോതിൽ കയറിപ്പോകാറുള്ളത്. വേറൊരു രീതിയിൽ റീജിയണലായിട്ട് അതിനെ പറഞ്ഞാൽ മലപ്പുറം, കോട്ടയം, എറണാകുളം ജില്ലകൾ UDFിലേക്ക് പൂർണ്ണമായും സ്വിങ് ചെയ്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ വലിയ തോതിലുള്ള UDF വിജയമുണ്ടാകാറുള്ളത്. പക്ഷേ ആ കാലത്ത് കേരള കോൺഗ്രസ് മുഴുവനായും അപ്പുറത്തുണ്ടായിരുന്ന കാലത്ത് 1 കേരള കോൺഗ്രസ്, 2 മുസ്ലിം ലീഗ്, നേരെ തിരിച്ച് മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്ന ക്രമത്തിൽ കോൺഗ്രസ്സിന് മുന്നണിക്കകത്തൊരു ഡിപ്പെൻഡബിലിറ്റിയും ഉണ്ടാകാറുണ്ട്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ? അതല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും ഇത്തവണ പ്രതിഫലിക്കുക? അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സംഗതി. ഇപ്പോൾ ബഷീർ സൂചിപ്പിച്ച 3 ജില്ലകളുണ്ടല്ലോ, മലപ്പുറം, എറണാകുളം, കോട്ടയം. ഇത് മാത്രമല്ല സത്യം പറഞ്ഞാൽ UDF അധികാരത്തിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണമെങ്കിൽ സഹായിക്കേണ്ട ജില്ല. സത്യം പറഞ്ഞാൽ അതിൽ ട്രിവാൻഡ്രം കൂടിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റിൽ ഭൂരിഭാഗം സീറ്റുകളും ജയിക്കുക എന്നുള്ളൊരു സിനാരിയോ വന്നാൽ മാത്രമേ UDFന് അധികാരത്തിലെത്താൻ പറ്റും. ഇപ്പോൾ 2011 സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ 2011 തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 8 എണ്ണത്തിൽ ജയിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് മാത്രമായി 8 എണ്ണം ജയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർന്നാലേ ഈ പറയുന്ന വിധത്തിൽ UDF അനുകൂലമായിട്ടുള്ളൊരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ എത്തുള്ളൂ. തിരിച്ച് മലബാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാവുന്ന വിഷയങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് മലബാർ UDF അനുകൂലമായൊരു തരംഗത്തിലേക്ക് പോകുമെന്നും അതിൽ മുസ്ലിം ലീഗ് വഴി കോൺഗ്രസ്സിന് വലിയ തോതിൽ വിജയമുണ്ടാകും എന്നും അനുമാനിക്കാൻ കഴിയും. അങ്ങനെ അനുമാനിക്കണമെങ്കിൽ നമ്മൾ മലബാറിലെ ജില്ലകളിൽ നിന്ന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലായിട്ട് ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിനില്ല.
ഈ പറഞ്ഞ വിധത്തിൽ മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ കോഴിക്കോട് വിജയിക്കാവുന്ന സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിജയിക്കാവുന്ന മണ്ഡലങ്ങൾ കോഴിക്കോടുണ്ട്. അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുമോ? അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും അത് മുസ്ലിം ലീഗിൻ്റെ ഡിപ്പെൻഡബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലായിരിക്കും കോൺഗ്രസ്സിന് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഡിപ്പെൻഡബിലിറ്റി ഇല്ലെങ്കിൽ കോൺഗ്രസ്സിന് ആ സീറ്റുകൾ ജയിക്കാൻ സാധിക്കില്ല. കണ്ണൂരും സമാനമായ സിനാരിയോ ആണ്. കണ്ണൂർ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് ജയിക്കണമെങ്കിൽ ഇപ്പോൾ കണ്ണൂർ മണ്ഡലം ഇപ്പോൾ കെ സുധാകരൻ എം പി സ്ഥാനത്ത് ഇരിക്കെ തന്നെ മത്സരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കണ്ണൂർ മണ്ഡലം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിച്ച മണ്ഡലമാണ്. ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നല്ലവണ്ണം ഡിപ്പെൻഡ് ചെയ്യാതെ കോൺഗ്രസ്സിന് ആ മണ്ഡലം ജയിച്ച് കയറാൻ സാധിക്കില്ല. ഇതുപോലെയുള്ള മണ്ഡലങ്ങൾ ധാരാളമുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി തുടർച്ചയായിട്ട് ഇപ്പോൾ CPI ജയിച്ചു വരുന്ന മണ്ഡലമാണ്. മൂസിൻ 2 ടേമായിട്ട് ജയിച്ച് നിൽക്കുന്നു. അപ്പോൾ ആ മണ്ഡലം കോൺഗ്രസ് നേരത്തെ CP മുഹമ്മദൊക്കെ നിരന്തരം മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് ജയിക്കണമെങ്കിൽ ലീഗിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റില്ല. അപ്പം ഇങ്ങനെ ലീഗുമായി ഡിപ്പെൻഡബിൾ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മലബാർ മേഖലയിലെ അവർ മത്സരിക്കുന്ന സീറ്റുകളിൽ ജയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു ഫാക്റ്റ് അവിടെയുണ്ട്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വോട്ട് മാത്രമല്ല, ഗ്രൗണ്ടിൽ പ്രവർത്തിക്കണമെങ്കിൽ പോലും മുസ്ലിം ലീഗ് വേണ്ടിവരും എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്. ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ വടകര ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വടകരയിൽ നിന്ന് വലിയ മാർജിനിൽ ജയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും അവരുടെ ആവേശവുമാണ് സത്യം പറഞ്ഞാൽ വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2 തവണ അവിടെ ലോക്സഭ. അതോടൊപ്പം കോൺഗ്രസ് എത്രമാത്രം സന്നദ്ധമാണ് തെരഞ്ഞെടുപ്പിന് എന്നതും ഒരു ഗൗരവമുള്ള വിഷയമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ 29% തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയുടെ പ്രതിപക്ഷ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനമായി രാജീവ് കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായുണ്ടായ, നേരത്തെ ബഷീർ സൂചിപ്പിച്ച പോലെ തന്നെ സ്വാഭാവികമായി സർക്കാരിനെതിരെ ഒരു വികാരമുണ്ടായപ്പോൾ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് ജനങ്ങൾക്ക് കാരണം ഞാനിത് പറയുന്നത് വോട്ടെടുപ്പ് ദിവസം പോലും അടൂർ പ്രകാശിനെ പോലുള്ള ആളുകൾ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കുള്ള ഒരു പക്ഷേ റീസെൻ്റായിട്ട് കോൺഗ്രസ് കൺസിസ്റ്റൻ്റായി പിന്തുടർന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു വിഷയമായിട്ട് അതിനെ മാത്രമേ നമുക്ക് ഈ റീസെൻ്റായിട്ടുള്ള സംഗതികളിൽ കാണാൻ പറ്റൂ. വേറെ ഒരു സംഗതിയും കോൺഗ്രസ് ലീഡർഷിപ്പ് കൺസിസ്റ്റൻ്റായിട്ട് പിന്തുടർന്നുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് സർക്കാരിനെ മറുപടി പറയിക്കാൻ പാകത്തിലേക്ക് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. നിയമസഭയിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടാവും. പക്ഷേ അത് പുറത്ത് ആ പെർഫോമൻസ് ഉണ്ടോ? പുറത്ത് കോൺഗ്രസ്സോ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ്സോ മറ്റ് സംഘടനകളോ കൺസിസ്റ്റൻ്റ് ആയിട്ട് സർക്കാരിനെ മറുപടി പറയിക്കാൻ പാകത്തിൽ ഈ 5 വർഷം എന്തെങ്കിലും പ്രവർത്തനം നടത്തിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് പറയാൻ യാതൊന്നും ഉണ്ടാവില്ല. ഇൻഡിവിജ്വലായി പ്രതിപക്ഷ നേതാവുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു പ്രശ്നം നേതാവാര്. ഇപ്പോൾ കോൺഗ്രസ്സിനകത്തുള്ള ഒരു പോസിറ്റീവ് സംഗതി, കോൺഗ്രസ്സിൽ എല്ലാ ലെയറിലും പെട്ട് ഒരുപാട് നേതാക്കളുണ്ട്. യുവാക്കളായിട്ടുള്ള നേതാക്കളുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട്, എല്ലാ തലത്തിലും നേതാക്കൾ ആവശ്യത്തിലധികമുണ്ട് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഇതിൻ്റെ കുന്തമുന ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കോൺഗ്രസ് കൊടുക്കുന്നില്ല. അത് VD സതീശൻ പെർഫോം ചെയ്യാത്തത് കൊണ്ടല്ല, പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ്. ഇപ്പോഴും ആ ക്ലാരിറ്റി ഇല്ലായ്മ UDFനകത്തുണ്ട്, കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ചുമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യില്ലേ? ഇത്തരം പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിനെ മുൻനിർത്തിയാണ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ശ്രമിച്ചു വരുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു ട്രെൻഡിനെയാണ് ഇപ്പോൾ ലോകമാകെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ ഒരു ഐഡിയോളജിയെ മുൻനിർത്തി ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില പോളിസികളെ മുൻനിർത്തി ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില പ്രകടന പത്രിക വാഗ്ദാനങ്ങളെ മുൻനിർത്തി ഫൈറ്റ് ചെയ്യുക. അതിനുശേഷം അപ്പോഴും ഗവൺമെൻറ്, ഞാൻ കേരളത്തിൻ്റെ സാഹചര്യം പറയുന്നത്, ഗവൺമെൻറ് ആര് ഹെഡ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണ അവിടെ ഉണ്ടാവും. എന്നിട്ടാണ് ആ നേതാവിലേക്ക് ഒരു പോസ്റ്റ്പോളാണ് ആ നേതാവിലേക്ക് കാര്യങ്ങൾ എത്തുക. 87-91 എപ്പോഴും പറഞ്ഞു കേട്ടിരുന്ന, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തെരഞ്ഞെടുപ്പാണ്, അന്ന് കേട്ടിരുന്നത് KR ഗൗരിയമ്മയെ മുൻനിർത്തിയാണ് LDF എന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നായിരുന്നു പരോക്ഷമായി പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം EK തന്നെ ഒരു മുഖ്യമന്ത്രിയാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പം ഇതായിരുന്നു ഇടതുമുന്നണിയിൽ നിന്നൊരു നേതാവിനെ ചൂണ്ടിക്കാട്ടൽ ജനം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. കോൺഗ്രസിനകത്ത് പക്ഷേ നേതാവിനെ സെൻട്രിക്കായി തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകാറ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ
കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ CM മെറ്റീരിയൽ എന്നതിൻ്റെ ക്രമം VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നാണ്. അത് രാജീവിൻ്റെത് എന്താണ്? ഒറ്റ നോട്ടത്തിൽ അത് അങ്ങനെ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ട്രഡീഷൻ നമ്മൾ നോക്കി നോക്കുക, എക്സിസ്റ്റിംഗ് ഓപ്പോസിഷൻ ലീഡർ ആരാണോ അയാൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും അയാൾ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സ്വാഭാവികമായ ചോയ്സ് ആവുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു രീതി. അത് കെ കരുണാകരൻ്റെ കാര്യത്തിലാണെങ്കിലും AK ആൻ്റണിയുടെ കാര്യത്തിലാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അത് നടക്കാതെ പോയത് 2021 തുടർഭരണം വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ 2021 ഒരുപക്ഷെ UDF അധികാരത്തിൽ വരികയായിരുന്നെങ്കിൽ, UDFന് ഭൂരിപക്ഷം കിട്ടുമായിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആവും. അതേസമയം രമേശ് ചെന്നിത്തലയാണ് കൂടുതൽ സീനിയോറിറ്റിയുള്ള നേതാവ്. കുറേ കൂടി ആ പൊസിഷനിലേക്ക് എത്തേണ്ട നേതാവ് എന്ന് പറയാവുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് ഒരു വലിയ ട്രാക്ക് റെക്കോർഡുണ്ട്. ആ ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുത്താൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഒരു സ്വാഭാവിക ചോയ്സായിട്ട് വരാം. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചുകൊണ്ട് VD സതീശനേക്കാൾ വേറൊരാളെ മുന്നിൽ നിർത്താൻ UDFന് ഇപ്പോൾ കഴിയില്ല. VD സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരാളെ മുന്നിൽ വെച്ചാൽ എലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ. മാത്രമല്ല ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് ഓൺ ചെയ്തുകൊണ്ടാണ് VD സതീശൻ മത്സരിക്കാനിറങ്ങിയ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തത്. അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു സിനാരിയോ ഉണ്ട് എന്ന് പറയാം. പക്ഷേ കോൺഗ്രസ്സാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ചിത്രം മാറാം, സ്വഭാവം മാറാം. ഡെഫിനറ്റ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാറുക എന്നുള്ളതല്ല ഞാൻ വിചാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുമ്പേ തന്നെ ചിലപ്പോൾ ചിത്രം മാറാം. കോൺഗ്രസിൻ്റെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, കോൺക്ലേവ് നടത്തി ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കൽ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം ഇന്റേണൽ ചേണിങ് നടക്കണം. ഇന്റേണൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന പലതരത്തിലുള്ള കലഹങ്ങളുണ്ട്. ചില പരസ്യ മാൻഡേറ്ററി ആണ്. അത് മാൻഡേറ്ററി ആണ്. ചില പരസ്യ പ്രസ്താവനകൾ വരും, അതിനോട് റിയാക്ട് ചെയ്യും. ചിലരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ചിലപ്പോൾ ഉയർത്തിക്കാട്ടും, അതിനോട് ബാക്കിയുള്ളവർ വിയോജിക്കും. ഇങ്ങനെയുള്ള പല കലഹങ്ങളും അതിൻ്റെ കൂടെ വരും. ഇതുകൂടെ ചേരുമ്പോഴാണ് ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ച് ആ കലഹം നമ്മൾ മിസ് ചെയ്യുമോ ഇത്തവണ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്തവണ ചിലപ്പോൾ അത് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ കോൺഗ്രസ് കുറച്ചുകൂടെ ടാക്ടിക്കലായിട്ട് മൂവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സംശയം, സാധാരണഗതിയിൽ ഈ പറയുന്ന ഗ്രൂപ്പ് മുൻനിർത്തിയുള്ള ഈ കലഹങ്ങളുണ്ടല്ലോ, അത് കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പിനോട് ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കുന്ന പ്രവർത്തകരുടെ എനർജി ഭയങ്കരമായിട്ട് കൂട്ടാറുണ്ട്. ആ എനർജിയോടെ ചേർന്നിട്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് വളരെ സജീവമായി. അങ്ങനെയാണെങ്കിൽ നേതാവിനെ മുൻകൂട്ടി പറയാതിരിക്കുന്നത് എല്ലാ ഗ്രൂപ്പുകളെയും സജീവമാക്കി നിർത്താൻ കാരണമാവുമോ? അതും ഒരു പോസിബിലിറ്റിയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനമാവുക മുൻകാലത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ AI ഗ്രൂപ്പുകൾ സജീവമായി നിന്നിരുന്നൊരു കാലത്ത്, ഇപ്പോൾ 2001 കഥ തന്നെ നമ്മൾ എടുക്കുക. 2001 100 സീറ്റിൽ UDF ജയിക്കുന്നു, 62+1 കോൺഗ്രസ് ജയിക്കുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രഖ്യാപിച്ച 4 സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് പകരം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടി വന്നത്. കെ കരുണാകരൻ നിർബന്ധം പിടിച്ചുകൊണ്ട് മണ്ഡലങ്ങൾ എനിക്ക് ഓർമ്മയില്ല, വടക്കേക്കര, ആറന്മുള, അങ്ങനെ തുടങ്ങി 4 മണ്ഡലങ്ങൾ. മാലയത്ത് സരളാദേവിയും MA ചന്ദ്രശേഖരനും ഒക്കെ മത്സരിക്കുന്നത്. അതികഠിനമായ ഗ്രൂപ്പ് ഫൈറ്റ് നടത്തി 4 പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റി 4 പേരെ മത്സരിപ്പിച്ചിട്ടും അവർ ജയിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രൂപ്പ് ഇക്വേഷൻസ് സജീവമായി നിന്നിരുന്ന കാലത്ത് ഇത് താഴെത്തട്ടിൽ പ്രവർത്തകരുടെ എനർജിയെ വലിയ തോതിൽ പ്രൊപ്പൽ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മിസ് ചെയ്തേക്കാം. അത് ഏത് വിധത്തിലായിരിക്കും ഗ്രൗണ്ടിൽ പ്രവർത്തകർ മനസ്സിലാക്കുക, പ്രവർത്തകർ അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുകയും പാർട്ടി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്നുള്ളൊരു ഫീലിലേക്ക് അവർ വരികയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവർ വലിയ തോതിൽ മത്സര രംഗത്തേക്ക് വരും. അതുപോലെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നൊരു കാര്യവും കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം പോസിറ്റീവ് ആകും എന്നുള്ള കാര്യത്തിലും എനിക്കൊരു സംശയമുണ്ട്. കോൺഗ്രസ് മിക്കവാറും ഏറ്റവും അവസാന ഘട്ടം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ആ ഒറ്റപ്പാച്ചിലിൽ അത് ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് സാധാരണഗതിയിൽ അവലംബിക്കാറുള്ളൊരു ടാക്ടിക്സ്. പക്ഷേ ഇത്തവണ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രൗണ്ടിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിനക്കെന്താ തോന്നുന്നത് ഈ നേരത്തെ സ്ഥാനാർത്ഥികളെ സ്ട്രാറ്റജി പ്രഖ്യാപിക്കുന്നതിനകത്ത്? ഒന്ന്, കോൺഗ്രസിനകത്തുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഞാൻ കാണുന്നത്, ഇപ്പോൾ CPIM അതിൻ്റെ മുൻനിര നേതാക്കന്മാർ മുഴുവൻ പിൻവലിച്ച് പുതുതലമുറക്ക് അവസരം കൊടുക്കാൻ എന്ന പേരിൽ എടുത്ത പരീക്ഷണം പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. തോമസ് ഐസക്കിനെ പോലെ, ഷൈല ടീച്ചറെ പോലെയുള്ള ആളുകൾ രംഗത്തുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രൊജക്ഷൻ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നും അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രോസ്പെക്റ്റ് ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച്
സ്ഥാനാർത്ഥികൾ ആകാവുന്ന വലിയ നേതാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. അവരൊന്നിച്ച് ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ചിത്രം മാറും. അപ്പുറത്ത് അത്രയും സ്ട്രോങ് അല്ല, സ്ഥാനാർത്ഥികളാകാനുള്ള ആളുകളുടെ ലിസ്റ്റ് അത്രയും സ്ട്രോങ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻകൂട്ടി പ്രഖ്യാപിക്കുക എന്ന ഓപ്ഷനിലേക്ക് കോൺഗ്രസിന് സാധാരണ പോകാൻ കഴിയാറില്ല. അവസാന നിമിഷത്തിലാണ് അതിലൊക്കെ, പ്രത്യേകിച്ചും ചില മണ്ഡലങ്ങൾ. എനിക്ക് തോന്നുന്നു ഇൻറ്റേർണലി ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരു 25 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇമ്മീഡിയറ്റ് ആയിട്ട് നേരത്തെ തന്നെ ഉണ്ടാകും. ബാക്കിയുള്ളത് പിന്നീട് തീരുമാനിക്കപ്പെടും എന്ന സാധ്യതയാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത് എന്നാണ് എൻ്റെ നോട്ട്. എന്തായാലും നമുക്ക് ഈ CPM-ൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ ഊർജം അവിടെ ഉണ്ട്. ആ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. കോൺക്ലേവ് നേരത്തെ നടത്തുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതിനനുസരിച്ച് ചിട്ടയായ പ്രവർത്തനം ഉണ്ടാവും എന്ന് പ്രവർത്തകർക്ക് വാഗ്ദാനം കൊടുക്കുന്നു. അതിലൂടെ ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. എന്തായിരിക്കും കോൺഗ്രസ് തുടർ ദിവസങ്ങളിൽ ഈ കോൺക്ലേവിലെടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. റീറോൾസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.